ഓ സ്ട്രൈക്കടാ. യെസ്, വളരെ അടുത്ത മീൻ. ഓ ഫ്രോഗ് ഇവിടെ നിന്ന് കയറി വന്നു. യെസ് ഫിഷാണ്. ഇതാണ് നാടൻ പരാതി. സ്ട്രൈക്കടാ. യെസ് ഫിഷാണ്. സാധനം നമുക്കൊരു മീൻ കിട്ടി കേട്ടോ. നമ്മൾ ബോൾട്ടേൽ ഫിഷാണ്. നമ്മൾ ബോൾട്ടേൽ അടുത്ത വരല കേട്ടോ. അത് സൈസ് വരല. തിങ്കൾ ഒണ്ണാത്തിപ്പുഴയുടെ തീരത്ത്. ആ സ്ട്രൈക്ക്. ഹെവി ഹെവി ഹെവി. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഷോർട്ട് വിഷൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനൊരു അടിപൊളി വരാലിപിടുത്തായിട്ട് വന്നേക്കുന്നത്. നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഫ്രോഗ് എന്ന് പറഞ്ഞാൽ റിയൽ വൻ്റെ ബോൾട്ട് എന്ന് പറഞ്ഞൊരു അടിപൊളി കുഞ്ഞൻ ഫ്രോഗ് കേട്ടോ. നിങ്ങളെ ഫ്രോഗ് ഉണ്ടോ? അതിൻ്റെ ആ കളറും കണ്ടോ. ഇതേ 5 to 6 ഗ്രാം വെയിറ്റും ഉണ്ട്, 4.5 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഉണ്ട്. ഒരു അടിപൊളി ഹാൻഡ്മെയ്ഡ് ഫ്രോഗ് ആണ്. ഇപ്പോൾ ഞാൻ ഫ്രോഗ് നിങ്ങളെ പയ്യെ ഓപ്പൺ ചെയ്തതാണ്. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ഫ്രോഗ് കേട്ടോ. ഇതൊരു അടിപൊളി കുഞ്ഞൻ ഫ്രോഗ്. അവൻ്റെ ആ ഷേപ്പും കാര്യങ്ങളും കണ്ടോ. ഇങ്ങനെ വന്നിങ്ങനെ പൊങ്ങി ഇങ്ങനെയാണ്. മീൻ അടിച്ച് കഴിഞ്ഞാൽ ഹുക്കപ്പ് ആവുന്ന എങ്ങനെ കണ്ടിട്ടുണ്ടോ. അത് ഇങ്ങനെയാട്ടോ. നല്ല അടിപൊളി ഹുക്കപ്പും കാര്യങ്ങളുമാണ്. നല്ലൊരു സ്പിന്നറും വരുന്നുണ്ട്. അടിപൊളി സാധനമുണ്ട്. നല്ലൊരു സിവിലും വരുന്നുണ്ട്. റബ്ബർ ക്വാളിറ്റി എന്ന് പറഞ്ഞത് ഇതുണ്ടോ, വലിച്ച് കീറിയാലൊന്നും സംഭവിക്കില്ല കേട്ടോ. ആ ഷേപ്പോട്ട് തിരിച്ചു വന്നുണ്ടോ. ഇതാണ് റിയൽ വാൻ്റെ ഹാൻഡ്മെയ്ഡ് ഫ്രോഗുകളുടെ വെറൈറ്റി കളർ ഒരുപാടുകളുണ്ട്. ഇതാണ് ഇതിൻ്റെ 6 കളേഴ്സ് വരുന്നത് കേട്ടോ. ഒരു ഗ്രീൻ ഉണ്ട്, ഒരു റെഡ് ഉണ്ട്, ഒരു യെല്ലോ ഉണ്ട്, ഒരു ബ്ലൂവും ബ്ലാക്കും വരുന്നുണ്ട്, ഗ്രേ ഉണ്ട്, പിന്നെ ഓറഞ്ച് ഉണ്ട് കേട്ടോ. എല്ലാം നല്ല അടിപൊളി ഹാൻഡ്മെയ്ഡ് ഫ്രോഗുകളാണ് കേട്ടോ. നല്ല ഷേപ്പുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഗ്രീൻ ആട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കളർ കാര്യം ഷേപ്പ് കണ്ടോ. നല്ല അടിപൊളി സാധനമാണ്. അപ്പം ഈ ഫ്രോഗ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഷോപ്പുകളുടെ നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കൊടുത്താണ്. നമ്മൾ ഓൾ കേരള എല്ലായിടത്തും കിട്ടും. കൊറിയർ സർവീസും കാര്യങ്ങളും ഒക്കെ ഇവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മേടിച്ചെന്ന് പറഞ്ഞാൽ ആംഗ്ലേഴ്സ് പാടി സംക്രാന്തി ഷോപ്പിൽ ഞാൻ മേടിച്ചു കേട്ടോ. അപ്പോൾ അവിടുത്തെ നമ്പർ ഞാൻ ഇതിലായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അടിപൊളി ഒരു മീൻപിടുത്താണ്. നമുക്കൊന്ന് വീഡിയോ ഇട്ട് നേരെ കണ്ടു നോക്കിയാലോ. ചോദിക്കാം. ഒരനക്കുമല്ല. വണ്ണാത്തി തിങ്കൾ ഒണ്ണാത്തിപ്പുഴയുടെ തീരത്ത്. ഞാൻ പോവും. ഇയ്യണ്ട് വരാല് പിടിക്കണം. ഇതല്ലേ ഇടിയിരുന്ന. ആ സ്ട്രൈക്ക്. ഹെവി ഹെവി ഹെവി. മീനുണ്ട്. വിഷോൺ ഗൈസ്, വിഷോൺ. സൈസ് ഒരാൾ, സൈസ് ഒരാൾ. വിഷോൺ 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 വിഷോൺ. നമ്മുടെ ബോൾട്ടേൽ ഇത് നമ്മുടെ അട്ടിപ്പനൊരു വരാലി. അയ്യോ, എന്തൊരു സാധനം അത്, എന്തൊരു സാധനം. നല്ല അടിപൊളി ഒരു വരാലോ കേട്ടോ. നോക്കിയ ഒരു 3/4 കിലോ, ഒരു 700-750 ഗ്രാമാണ്. ആ കിട്ടുക്കൻ വളരെ പൊളി സാധനം. നമ്മൾ ഫ്രോ ഇരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങിയിരിക്കുക. പൊളി ഫ്രോ. അടങ്ങിയിടാ ഫ്രോ ഊരി കാണിക്കാം കേട്ടോ. മീൻ കിടപ്പുണ്ടല്ലേ, ഇഷ്ടം പോലെ മീൻ കിടപ്പുണ്ട് കഴിച്ച്. ഇഷ്ടം പോലെ അണ്ടികളിയൊക്കെ മറിയുന്നുണ്ട്. ഇതുണ്ടോ, കഴിച്ചുകൊണ്ടൊക്കെ ആവശ്യത്തിന് ഇരിപ്പുണ്ട്. പൊളി. എന്നാ അടിയത് പൊത്തക്കോന്നുള്ള അടിയായിരുന്നു. പാട്ടൊക്കെ പാടി എറിഞ്ഞോണ്ട്, പാട്ടൊക്കെ പാടി ഇന്ന് എറിയുക. അതേന്നേ നമ്മുടെ വരാലി ഈ സാധനം കേട്ടോ. നാടൻ വരാലാണ്. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഇവിടെ വെള്ളമൊക്കെ പറ്റി, കണ്ടത് കൃഷിയൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ പറ്റി വരുന്നു. അടിപൊളി. നമ്മുടെ ഫ്രോ ഉണ്ട്. അടിപൊളി സാധനം കേട്ടോ. നല്ല അതേന്നേ. അവനവിടെ സ്ട്രൈക്ക് ചെയ്തിട്ട് പോയി. അവനന്നേരം അടുത്ത കിളിയുടെ വീഡിയോ എടുക്കാൻ പോയതാണ്. ഞാൻ എറിഞ്ഞു അടിച്ചു. ഫ്രോ ഉണ്ടതേ. അടിപൊളി സാധനം. അടിപൊളി ഫ്രോ. നല്ല കിട്ടുന്ന സാധനം കേട്ടോ. നല്ല ഹുക്കപ്പാണ്. സ്ട്രൈക്ക് നമ്മളിങ്ങനെ വലിച്ചു പിടിച്ചപ്പോൾ അത് ഹുക്കായി. നല്ല റബ്ബർ ക്വാളിറ്റി സാധനമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എന്തായാലും അടിപൊളിയായിട്ട് മീൻ പിടിച്ചിട്ടുണ്ടോ. അപ്പോൾ അങ്ങോട്ട് പോയി അവൻ പോവും. അവൻ്റെ പുറകെ അവൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ചെല്ലണം. അയ്യോ ശരിയാ കേട്ടോ. അയ്യോ, മോജലൊരു മീൻ പിടിച്ച്. ഇവിടെ നിന്ന് അടിച്ച മീനെ അവൻ പിടിച്ച് ഇങ്ങോട്ട് നോക്കിക്കായിരുന്നു. അവൻ്റെ പുതിയ റോഡാ. അടിക്കുന്നതൊക്കെ ഉണ്ടല്ലോ. പിന്നെ മോജയിലെ മീൻ കിട്ടി. മോജയുടെ മഞ്ഞക്കുഞ്ഞൻ.
തുളഞ്ഞു ഒരു വിട്ട റിയൽ വാൻ്റെ മഞ്ഞ കുഞ്ഞൻ. നമ്മളിവനെ കൂടെ എടുത്ത് ബായോട്ട് കയറ്റേക്കാം. ഓ സ്ട്രൈക്കടാ. യെസ് ഫിഷ് ഓൺ ഗൈസ്. ഫിഷ് ഓൺ. നമ്മൾ ബോൾട്ടിൽ ഒരു മീൻ അടിച്ചിട്ടുണ്ടോ? ബോൾട്ട് പോകുമെന്നറിയത്തില്ല. തുമ്പത്തായിരിക്കുന്നത്. നമ്മൾ ബോൾട്ടയിൽ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി. അടിപൊളി കിടക്ക്. ഒരു 300 ഗ്രാമൊക്കെ ഉള്ളൂ കേട്ടോ. ചെറുതാണ്, അത്യാവശ്യം ഉള്ള നല്ല അടിപൊളി സ്ട്രൈക്ക് ആയിരുന്നു. അവിടെ 3-4 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ പറന്ന് വന്നൊരു ഒറ്റ അടിയാണ് കേട്ടോ. നമ്മുടെ ഹുക്ക് കയറിയേക്കുന്നുണ്ടോ, അവൻ്റെ മൂക്കിൻ്റെ ഫ്രണ്ടിൽ കൂടെ അടിച്ച് കയറിയേക്കുന്നത്. നമ്മൾ ഫ്രോ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ ഫ്രോ കേട്ടോ, ബോൾട്ട് എന്ന് പറയുന്നത്. പേര് പോലും അവൻ നല്ല ബോൾട്ടാണ്. അവൻ്റെ ആക്ഷൻ നല്ല അടിപൊളി ആക്ഷൻ കേട്ടോ. കൊള്ളാമെന്നൊരു ഫ്രോ, കൊള്ളാം. ഇതാണ്ടോ നല്ല 1-1 ഫ്രോ കണ്ടോ. നല്ല അടിപൊളി സാധനം കേട്ടോ. നല്ല ആക്ഷനും കാര്യങ്ങളുണ്ട്. ചെറിയ ഫ്രോ ആണ്, തീരെ ചെറുതല്ല. ഒരു വെല്ലൻ്റെയൊക്കെ ഒരു 1.5 കട്ടിങ് വരെയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല 1-1 സാധനം. ഒരു ചെറിയൊരു മീൻ ഇവിടെ നിന്ന് കിട്ടിയായിരുന്നു, നമ്മൾ റിലീസ് ചെയ്തു കേട്ടോ. കൊള്ളാം, സൂപ്പർ സാധനം. വരാല് നല്ല ഉരുണ്ട വരാല കേട്ടോ. തീറ്റയൊക്കെ തിന്ന് നല്ല കൊഴുത്ത് തടിച്ച് കിടക്കുന്ന സാധനമാണ്. ചെറുതാണ്, ഒരു 300 ഗ്രാം 350 ഗ്രാമൊക്കെ ഉള്ളൂ. നല്ല ഉണ്ട വരാല കേട്ടോ. ആ ഒരു സൈസിൽ തന്നെ കൊള്ളാം. ഇതിനടുത്ത് ബാലോട്ട് കയറ്റിയേക്കാം. ഒരു വരാൽ കിട്ടി. കുഴപ്പമില്ല. നമ്മൾ ബോട്ടിൽ അടുത്ത് വരാം കേട്ടോ. അത് സൈസ് വരല്ല. നമ്മുടെ ബോട്ടിൽ അടുത്ത് സൈസ് വരാം കേട്ടോ. ഹെവി സാധനം. നമ്മളെടുത്ത് വരല്ല. ഫ്രോ തെറിച്ച് പോയി. അല്ല 1-1 നല്ല അടിപൊളി വരാല്ലേ. നമ്മളതിൽ കറങ്ങി ഇവിടെ ഒരു കുളം, ഒരു 3/4 അകലേക്ക് മേലുണ്ട്. അടിപൊളി സാധനം. നമ്മുടെ ഫ്രോ അതെ 1-1 ഹുക്കപ്പായിരുന്നു കേട്ടോ. നല്ല 1 ഹുക്കുണ്ടോ, അടിച്ച് കഴിഞ്ഞത് ഇങ്ങനെ അങ്ങോട്ട് താട്ടിരിക്കും. നല്ല ഹുക്കുമാണ്. നല്ല അടിപൊളി ഷേപ്പും. ഇങ്ങനെ കളിച്ചാൽ ഒരു 3/4 കിലോ, ഒരു 800 ഗ്രാമല്ലേ കാണും. അത്രയും സൈസ് ഉണ്ട് കേട്ടോ. ഇത് നല്ല ഉണ്ട വരാല്. ഇത് കേട്ടോ, ഒരു കൈയുടെ അത്രയും നിറത്തി. അത് പറയാനല്ല, പുളി എന്ന് പറഞ്ഞാൽ പുളി. അടുത്ത് ബായിലോട്ട് കയറ്റിയേക്കാണ്. കവറാത്തൊക്കെയാണ് കൊണ്ടുവന്നേക്കുന്നത്. അവൻ അവിടെ നിന്ന് അടിച്ചിട്ട് വന്നിച്ച് അവിടെ ഫോളെടുത്ത് പറഞ്ഞാൽ കണ്ട അവൻ പുല്ലേന്ന് അടിച്ചത്. അത് അവൻ പിന്നെയും പുറകെ വന്നു കേട്ടോ കൊടുത്ത്. അതാണ് അടി. പൊളി സാധനം കേട്ടോ. അതാണ് നമ്മൾ ബോൾട്ട്. അടിപൊളി സാധനം. ബോൾട്ടിൻ്റെ അക്ഷരം പൊളിയാണ്. അടിച്ചാൽ മീനും കയറും. നല്ല 1-1 ഫ്രോ കേട്ടോ. ഒരു കുഞ്ഞു ഫ്രോ, 1.5 വിരലിൻ്റെ ഒക്കെ അത്ര, 1.5 കട്ടിങ്. നല്ല ഷേപ്പ് കേട്ടോ. നല്ല 1-1 സാധനം. പൊളി. പിന്നെ നമുക്ക് ആ മൂല നടിച്ചു കേട്ടോ.
ഇതുപോലെ ഇവിടെയൊക്കെ കാണും വരാൽ. പ്രത്യേകിച്ച് മഴ പെയ്ത് വെള്ളം കയറി നിൽക്കും. വെള്ളം താഴുമ്പോൾ ഇതിനകത്ത് മുഴുവൻ പാലായിരിക്കും. അപ്പോൾ കിട്ടുവാണെങ്കിൽ ഇപ്പോഴൊക്കെ കിട്ടുള്ളൂ മീൻ. ഓ സ്ട്രൈക്കടാ. യെസ് ഫിഷോൺ വളരെ അടുത്ത മീൻ. ഓ ഫ്രോഗ് ഇവിടെ നിന്ന് കയറി വന്നു. ഓ ചെറിയ വരാൽ. അയ്യോ ചത്തുപോയോ? ഫ്രോഗ് ചത്താ വന്ന കേട്ടോ. പക്ഷെ ഫ്രോഗ് മീൻ ചത്താ വന്നെ. കണ്ണിക്കൂടി അടിച്ചേറിയത്. അയ്യോ ചെറുതായിരുന്നു, റിലീസിങ് സൈസ് ആയിരുന്നു കേട്ടോ. കണ്ണിക്കൂടി അടിച്ചു കയറിയത്. ചത്തിട്ടൊന്നുമില്ല. ഒരു 250 ഗ്രാമൊക്കെ ഉണ്ട് ചെറുത്. പക്ഷെ അവൻ്റെ കണ്ണിക്കൂടി അടിച്ചു കയറി. അവൻ്റെ കണ്ണ് തുളഞ്ഞു പോയി. അവനെ കളയുന്നില്ല. കണ്ണ് പോയില്ലേ. അങ്ങനെ അങ്ങോട്ട് കയറ്റിയിട്ട് കിട്ടി ഒരാളെ കിടക്കുന്നുണ്ടോ? കടച്ചേക്കാം ചാടിപ്പോയാലോ. അതല്ല ഒറ്റയടിക്ക് അവൻ കയറി വന്നു. മേള് വരെ കയറി വന്നു. അങ്ങോട്ട് നൈസായി ഇറക്കുക. ഇത്ര ഉള്ള കാര്യം. ഓക്കെ കറക്റ്റായി. ഫ്രൂ ഉണ്ടോ? അടിപൊളി സാധനം. നല്ല കിട്ടുക്കാച്ചി ഫ്രൂ. ഹുക്കപ്പ് കണ്ടോ? ഏത് മീൻ അടിച്ചാലും നല്ല അടിപൊളിയായിട്ട് അടിച്ച് കയറും കേട്ടോ. ഇവിടെ അടിക്കുന്ന മുഴുവൻ ഒരുമാതിരി കുഞ്ഞ് വരാലായതുകൊണ്ട് ഇത്ര വലിയതില്ല. വലിയ മീനൊന്നും അങ്ങോട്ട് അടിച്ച് കയറുന്നില്ല. 1-2 വരാലൊക്കെ നമുക്ക് വലുത് കിട്ടിയുള്ളൂ കേട്ടോ. ഇവിടെ ഈ പ്രദേശം കൂടി ഈ വെള്ളം പറ്റി കിടക്കുമല്ലേ. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ 1-2 വലിയ മീൻ ഓടി വന്ന് അടിക്കും. ഫ്രോളൊക്കെ തമ്മ പിന്നെ ഒന്നും അടിച്ചില്ല അവനൊക്കെ. വെള്ളം ഒന്നാമത് ചള്ള. സ്ട്രൈക്കടാ. യെസ് ഫിഷ്. ചെവിയ. ഇത്ര നേരം ചെറുതെല്ലാം കൂടെ പൊട്ടിച്ചത് പാസാണ് നമുക്കൊരു മീൻ കിട്ടി കേട്ടോ. നമ്മൾ ബോൾട്ടേൽ കറക്റ്റ് അവനെ വെള്ളം എടുക്കുന്നുണ്ട്. സ്പോട്ടിൽ അവനടിച്ച്. പാടാൻ മോനെ ബാ. റോഡവിടെ വെക്കും. റോഡ് ഇവിടെ ഇരി. ഇത്രയും നേരം അവിടെ പൊടിമീൻ പൊടിമീൻ ചെറിയ വരാൽ തീരെ ചെറിയ വരാൽ കേട്ടോ. പൊട്ടാന്ന് അടിച്ചോണ്ടിരുന്നത്. ഇപ്പോഴതേ ഒരു 1/2 കിലോ ഉള്ളൊരു സാധനം കിട്ടി കേട്ടോ. 1/2 കിലോ ഉണ്ട്. മുമ്പായാലും ഉണ്ട്. നല്ല നാടൻ വരാൽ കേട്ടോ. നല്ല ഉക്കര നാടൻ വരാൽ. ഡിസൈൻ കണ്ടോ? നല്ല സൈസ് സാധനം കേട്ടോ. അതെ നല്ല ഉരുണ്ട വരാൽ കണ്ടോ. കൈയുടെ ഇത്ര ഉണ്ട് കേട്ടോ. നല്ല 1/2 കിലോ റേഞ്ചുള്ള കിട്ടില്ല സാധനം. അവിടെ ഫ്രോ ഇരിക്കുന്നുണ്ടോ? എന്നൊക്കെ അട്ടിച്ചാൽ വിഴുങ്ങി വെട്ടി അവനവിടെ അങ്ങോട്ട് റോട്ടായിരുന്നു. പൊളി ഒരു രക്ഷയില്ല. മാര ഫ്രോ കേട്ടോ. അതെ പടപടാന്ന് അട്ടിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെറുത് അട്ടിക്കുന്നത്. സ്പിന്നർ അടിച്ച് പിടിച്ചാൽ ഓടും. നല്ല വരാൽ കേട്ടോ. ഫ്രോ ഊരി കാണിക്കുക. ഹുക്കൊന്ന് തലോട്ട് തിരിഞ്ഞു പോയി കേട്ടോ. ഞങ്ങൾ നേരെ തിരിച്ചിടുക. ഇത്രയുള്ള കാര്യം. നല്ല അടിപൊളി ഫ്രോ കേട്ടത്. ഇത്രയേ ഉള്ളൂ. കുഞ്ഞൻ ഫ്രോ. ചെറിയ വരാലും അടിച്ചാൽ കയറി വരും. പക്ഷെ അന്ന് തീരെ ചെറുതാണ് അടിക്കുന്നത് മുഴുവൻ. അടിക്കുന്ന തീരെ ചെറുതാണ് കേട്ടോ. അതുകൊണ്ട് അതും കൂടെ അടിച്ചതൊന്നും കയറി വരാത്തത്. എന്നാലും 2 ചെറിയ വരാൽ കിട്ടുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി കിട്ടുമോ? അവിടെയൊക്കെ തന്നെ കാസ്റ്റ് ചെയ്യാം കേട്ടോ. അവിടെ വീണ്ടും അടിക്കുന്നുണ്ട്. ആ മൂലയിലൊക്കെ തന്നെ അടിക്കുന്നു. അവിടെ അടിക്കും.
ഫിഷ് ഓൺ. ഏയ് നേരത്തെ പറഞ്ഞ പോലത്തെ വരാല് കണ്ടോ, അത് നമുക്ക് കളഞ്ഞേക്കാം കേട്ടോ. ചെറിയ വരാല്, ഇതിനെക്കാട്ടിലും ചെറുത് അവിടെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് ആവശ്യമില്ല, നമ്മൾ തോട്ടോട് വിടുക. അവിടെ നമുക്ക് അവൻ്റെ ആവശ്യമില്ല. ആ സൈസൊക്കെ വരുന്നതാണ് ചുമ്മാ പടപെടാന്ന് അടിച്ച് കയറ്റാം. ചുമ്മാ കറക്കി പിടിച്ചാൽ മതി, വലിയ ഹുക്കപ്പിൻ്റെ ഒന്നും കാര്യമില്ല. ഇനി അവിടെ തട്ടി അടിച്ചടാ. ഞാൻ പറഞ്ഞില്ലേ എറിയുമ്പോഴേ അടിയാ. ഇഷ്ടം പോലെ വരാലെടുപ്പുണ്ട്, അത് മുഴുവൻ ഈ സൈസാണ്. ഓ ഓ ഫിഷ് ഓൺ. അവൻ്റെ അടി കേട്ടോ. ഇത് ഇച്ചിരി സൈസുള്ള കേട്ടോ, എടുക്കാൻ പറ്റിയ സൈസാണ്. അടിപൊളി അടിപൊളി അടിപൊളി. ഏയ് കുടയില്ലടാ. ഓ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് വന്ന് അത് കയറിയാലേക്കുന്നുണ്ടോ ഫ്രോ കേട്ടോ. കേട്ടോ അടിച്ചപ്പോൾ ഊരിപ്പോയി, കടിച്ച് പിടിച്ച് പടപടപട അടിച്ചടിച്ചടിച്ചടിച്ച് വന്ന് അന്നേരം നമ്മൾ അടിച്ച് കയറ്റി. ഇതൊരു 400 ഗ്രാം ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല വരാല. ഇതുപോലത്തവനൊക്കെ അടിക്കാൻ അങ്ങോട്ട് എടുത്തവനെ കയറ്റി കേട്ടോ നമ്മൾ. ഐസൊരു വരാല കിട്ടിയത്. പോവല്ലടാ. പൊളി കേട്ടോ നമ്മളെ ഫ്രോ, ഒരു രക്ഷയില്ല. അടിച്ച് നമ്മൾ കറക്കി കയറ്റിയാൽ മതി കേട്ടോ. ഞാൻ ഇത്രയും ചെറിയ ഫ്രോ ആയതുകൊണ്ട് നമ്മളൊരു ലൈറ്റ് റോഡ് പോയിട്ടാണ് വന്നത്. റോഡ് കണ്ടോ, ഇത്രയേ ഉള്ളൂ കണ്ടോ, ലെങ്ത്ത് കണ്ടോ, താഴത്തോട്ടുള്ള ലെങ്ത്ത്. നമ്മുടെ കുറട കേട്ടോ, കുറട 201 ഇത്രയും ലെങ്ത്തേ ഉള്ളൂ. ഇതുണ്ടോ ആക്ഷൻ. ഇത് മീഡിയം ലൈറ്റ് റോഡാണ് കേട്ടോ. ഇതുപോലെ കണ്ടത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ വരാൽ പിടിക്കാൻ നല്ല അടിപൊളിയാണ് റോഡ്. സ്ട്രൈക്ക് ഫിഷ്. പൊളി പൊളി. നമ്മളെ ബോൾട്ടെല്ലാം എടുത്ത മീൻ ചെറുതാട്ടോ. തീരെ ചെറുതൊന്നുമില്ല. അവിടെ കിടക്കും നല്ല ഉഗ്രൻ നാടൻ പരാലി. ഇതാണ് ഉഗ്രൻ നാടൻ. പോലെ കെറിയാലായിരിക്കുന്നത് ഇട്ടോട്ടെ ഏട്ടൻ. ഇതും കെറിയാലല്ല, റോഡിലൂടെ ഹോൾഡ് ചെയ്യാം. അടിച്ചാണെടുത്തു വേണ്ട. ഇതൊരു 350 ഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ. 350-400 ഗ്രാമിനൊക്കെ അടുത്തുണ്ടല്ലോ. ഉണ്ട വരാണ്. ഇതാണ് നാടൻ, തനി നാടൻ. ഉണ്ടോ അതെ, നേരത്തെ കിട്ടിയവൻ്റെയൊക്കെ ആ ഒരു ചെറിയ സൈസൊക്കെ ഉണ്ട്. ഡിസൈൻ ഉണ്ട്, ഒറിജിനൽ കാർത്ത് കരിക്കട്ട ഒലിക്കുന്നു. അമ്പള അവനിപ്പോൾ നേരെ ബാലോട്ടാക്കട്ടെ. മീനെ കാണിക്കുന്നില്ല, സമയമൊക്കെ ഇച്ചിരി പോയിട്ടുണ്ട്, കയറാൻ സമയമായി. പിന്നെ ഇവിടെ ക്ലിപ്പ് ചെയ്തിടുക, വീണ്ടും റോൾ എടുക്കുക, ആ ഫ്രോഗ് ഒന്ന് ചെറുതായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഹുക്ക് അങ്ങോട്ട് തിരിഞ്ഞ് വരും, അങ്ങനെ തിരിച്ചിടുക. ഇത്രയേ ഉള്ളൂ. ആ കുഴിയുടെ ബാക്കി കേട്ടോ. മീനടിച്ചാൽ ചെറിയ ടൈറ്റ് കാണിച്ച്. ഇവിടെ ഇപ്പോൾ മീൻ വെള്ളം എടുത്തു കേട്ടോ. അപ്പം ഞങ്ങൾ പരിപാടി കഴിഞ്ഞ് തിരിച്ച് പോവാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ണിയുണ്ട്, പുറകെ നിൽപ്പുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ മീൻ പിടിച്ചു കേട്ടോ. അവന് 1-2 മീൻ കിട്ടി. അപ്പോൾ അത് വെച്ചാൽ ദൂരെ മാറി നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം മീനൊക്കെ കിട്ടി. അപ്പോൾ ഇവിടെ മാത്രമേ ഇച്ചിരി വെള്ളപ്പെട്ടുള്ളൂ. അപ്പുറത്തോട്ട് കണ്ടത്തിലൊക്കെ വെള്ളം ഇച്ചിരി കയറ്റി ഇട്ടേക്കും കേട്ടോ. എന്ന് വെച്ചാൽ അവിടെ തട വെച്ചേക്കുന്നതുകൊണ്ട് വെള്ളം കവിഞ്ഞ് നിൽക്കും. അപ്പോൾ ആ കണ്ടത്തിലൊക്കെ പോയി നമ്മൾ ന്യായമായിട്ട് മീൻ പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ താരം എന്ന് പറയുന്നത് നമ്മുടെ റിയൽ വാലിൻ്റെ ബോൾട്ട് എന്ന് പറഞ്ഞൊരു കുഞ്ഞ ഹാൻഡ് ഫ്രോ കേട്ടോ. കുഞ്ഞ് 1-1.5 കട്ടിയൊക്കെ വലിപ്പമുള്ളൂ. നല്ല അത്യാവശ്യം റിസൾട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ മീൻ അടിച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം പോലും മിസ്സാകത്തില്ല. അടിപൊളിയായിട്ട് മീൻ കയറുന്നുണ്ട്. എല്ലാം നല്ല അടിപൊളിയാണ്, ഒരു രക്ഷയില്ല.
ഇതൊന്ന് മേടിച്ച് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത്യാവശ്യം നല്ല രീതിക്ക് മീൻ പിടിക്കാൻ പോകണം. ഇപ്പോൾ വെയിലായിട്ടുണ്ട്, എനിക്കോട്ട് നിൽക്കാൻ മേല, അതുപോലെ വെയിലാണ്, നോക്കാൻ മേല ക്യാമറയിലോട്ടൊന്നും. നല്ല അടിപൊളിയായിട്ട് വെയിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് പരിപാടി ഒന്ന് ക്ലോസ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാക്കി മറക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ വെക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന അടുത്ത നല്ല നല്ല വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പം അടുത്ത വീഡിയോ വരെ കാണുന്നവരെ നമുക്ക് അങ്ങ് നിർത്താം. റിയൽ വാലിൻ്റെ ബോൾട്ട് കേട്ടോ, ഒന്നാമതൊരു ഒന്നും പറയില്ല കേട്ടോ.